ലാൽ സലാം ദൃശ്യം 3 200 കോടിയിലേക്ക് എത്തുകയാണ്. ഇന്ന് 7-ാം ദിനം കഴിയുമ്പോഴും സിനിമയ്ക്ക് ഗംഭീരമായ തിരക്കാണ് കാണാൻ കഴിയുന്നത്. 8-ാം ദിനത്തിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്കുണ്ട്. ഇന്ന് ഒരു അവധി ദിനമാണ് എന്നുള്ളത് നമുക്കറിയാം. അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു അതിഭീകരമായിട്ടുള്ള കളക്ഷനാണ്. മറ്റ് റിലീസുകളുണ്ടായിട്ടും സിനിമയ്ക്ക് അതിഗംഭീരമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ളത്. ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം നമുക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സിനിമയുടെ ഓരോ ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ചെല്ലാം. ആദ്യ ദിനം 50 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം 2-ാം ദിനം 35 കോടിയും 3-ാം ദിനം 35 കോടിയും 4-ാം ദിനം 29.5 കോടിയും പിന്നീട് 5-ാം ദിനം 15 കോടിക്ക് മുകളിലും 6-ാം ദിനം 13 കോടിക്ക് മുകളിലും 7-ാം ദിനം 14 കോടിക്ക് മുകളിലും നേടിയ ചിത്രം 7 ദിനം കൊണ്ട് 185 കോടി കടന്നു. ഇന്നത്തോടെ സിനിമ 200 കോടിയിലേക്ക് എത്തുകയാണ്. അതായത് പ്രീ സെയിൽ കൂടെ കൂട്ടുമ്പോൾ സിനിമ ഇന്നലെ തന്നെ 200 കോടി ടച്ച് ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇന്നത്തെ കളക്ഷൻ ഇതുവരെ വന്നിരിക്കുന്നത് 4 കോടി 70 ലക്ഷം രൂപയോളമാണ്. അതായത് ഇന്നലത്തെ ഫൈനൽ 6 കോടി 10 ലക്ഷം രൂപയുടെ സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് മുകളിലുള്ള ഒക്യുപ്പൻസിയാണ് കാണാൻ കഴിയുന്നത്. ഇന്നിതുവരെ 2,90,000 ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട്. ഇന്നലെ ഫൈനലായി പോയത് 3,35,000 ടിക്കറ്റാണ്. തീർച്ചയായും ഇന്നലത്തേന് മുകളിലുള്ള ഒരു കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. ഇന്ത്യ കളക്ഷൻ സിനിമ റെക്കോർഡിലേക്ക് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ സിനിമ ഇന്നത്തോടെ 60 കോടി ടച്ച് ചെയ്യുകയാണ്. ഇവിടെ അതിഭീകരമെന്ന് തന്നെയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷനെക്കുറിച്ച് പറയാനുള്ളത്. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം അതിഗംഭീരമായിട്ടുള്ള വിജയമായി മാറുന്നു. തെലുങ്കിൽ നിന്ന് 7 ദിനങ്ങൾ കൊണ്ട് 9 കോടി കടക്കുന്ന ചിത്രം തമിഴ്നാട്ടിൽ നിന്നും സമാനമായി 6 കോടി കടക്കുന്നു. കേരളത്തിൽ നിന്ന് 60 കോടിയിലേക്ക് ഇന്നുകൊണ്ട് എത്തുകയും ചെയ്യുന്നു. കർണാടകയിൽ 11 കോടിയും കഴിഞ്ഞ് 12 കോടിയിലേക്ക് എത്തുകയാണ്. ദൃശ്യം അങ്ങനെ ഒരു കൊലത്തൂക്കാണ് തൂക്കിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 10 മില്യൺ സിനിമ നേടിയിരിക്കുകയാണ്. അതും പുതിയ ഒരു റെക്കോർഡ് എന്ന് തന്നെ പറയാം. അമ്മാതിരി കൊടൂര കത്തിക്കലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിഭീകരം എന്ന് തന്നെയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷനെക്കുറിച്ച് പറയാനുള്ളത്. വേറൊന്നുമല്ല, ഈ ഒരു സിനിമ മോഹൻലാലിൻ്റെതാണ് എന്ന ഒറ്റ പേരുകൊണ്ട് തന്നെയാണ് ഈ റേഞ്ചിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു നടൻ്റെയാണ് ഇതേപോലെ ഒരു സിനിമയെങ്കിൽ ഇതിന് മുമ്പേ ഈ സിനിമ വീണേനെയും. ഒരുപക്ഷെ 100 കോടി പോലും എത്തുക അസ്വാഭാവികം എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് മോഹൻലാലാണ്, അത് കത്തും.